നമുക്കറിയാം കുറച്ച് നാൾ കൊണ്ട് ക്രിക്കറ്റ് മൊത്തം ഇന്ത്യയിലായിരുന്നു, അതായത് IPL കേന്ദ്രീകരിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ മൊത്തം ഇംഗ്ലണ്ടിലാണ്. അതായത് ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് 20 നടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടക്കാൻ പോവുക, അതും ഇംഗ്ലണ്ടിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും അങ്ങനെ ഭയങ്കര ബിസിയാണ് ടെസ്റ്റ് അതുപോലെ ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇംഗ്ലണ്ട് നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. ഇതിൻ്റെ ചെറിയ പ്രശ്നം എന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 11 തീയതി തിങ്കളാഴ്ചയാണ് തുടങ്ങാൻ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഓസ്ട്രേലിയൻ ടീം ട്രെയിനിങ്ങിന് എത്തിയിരുന്നു, ലോർഡ്സിലേക്ക് ട്രെയിനിങ് എത്തിയ സാഹചര്യത്തിലാണ് പറയുന്നത് അവിടെ ഇന്ത്യ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അവർ അവിടെ ട്രെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അത് തൊട്ടടുത്ത ദിവസം ലോർഡ്സിൽ തന്നെ കളിക്കാൻ പോവുകയാണ് ഓസ്ട്രേലിയ. അവരോട് പറയുകയാണ് ഇവിടെ ട്രെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്ന്. എന്താണല്ലേ, ഇതാണ് ഇന്ത്യൻ ടീമിനെ എന്താ പറയുക, BCCയിലും ICCയിലും ഇരിക്കുന്നവരെല്ലാം ഇന്ത്യൻ ടീമിൻ്റെ ആൾക്കാരാണ്. ഇന്ത്യൻ ടീമിനെ എവിടെ ട്രെയിൻ ചെയ്യുന്നു അവരെവിടെ ട്രെയിൻ ചെയ്യും, ബാക്കിയുള്ളവരെല്ലാം മാറിക്കൊടുക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥയാണ്. ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. കാരണം ഈ ഒരു ഗ്രൗണ്ടിൽ അടുത്ത ദിവസം ടെസ്റ്റ് കളിക്കാൻ പോകുന്നവരാണ്, വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ പോകുന്നത്. ഇന്ത്യൻ കളി 20 തീയതി ഉള്ളൂ. അവർക്ക് അവർ ട്രെയിനിങ് കൊടുത്തില്ല. അവരേതാണ്ട് 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ട്രെയിനിങ് ഗ്രൗണ്ട് കണ്ടുപിടിച്ചൊക്കെയാണ് പിന്നെ അവർ ട്രെയിനിങ് നടത്തിയത്. വല്ലാത്തൊരവസ്ഥയാണ്. എന്തായാലും നമ്മളൊരു ഇന്ത്യക്കാരനെന്ന നിലയിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ശരിയായിട്ടുള്ള ക്രിക്കറ്റിൽ ഇന്ത്യക്കൊരു ആധിപത്യമുണ്ട്. ഇന്ത്യ ഇല്ലാതെ ക്രിക്കറ്റിൽ ഒരു ചാമ്പ്യൻഷിപ്പ് ഒരു ടൂർണമെൻറ്റ് നടക്കില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ എല്ലാത്തിലും ഇങ്ങനെ ആധിപത്യം, ഒരു മോണോപ്പൊളിയാണ് നടക്കുന്നത് ക്രിക്കറ്റിൽ. അതെന്തായാലും ഇങ്ങനെയും കാണിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ